മാതാവ് തന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ ഈ 4 വയസ്സോ 3 വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ കയ്യിലേക്ക് മാതാവ് നൽകുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ അപ്പൻ കൊച്ചു കാര്യങ്ങളുടെ അപ്പനാണ്. നമ്മളെന്താണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളെന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈശോ അതിനെ ബ്ലസ് ചെയ്യും. ആ മുറിയിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത, പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത ഒരു വസ്തുതോടെ ഉണ്ട്. ഒരു വചനം, നമ്മൾ ധ്യാനിക്കുന്ന വചനം, അത് നമുക്കൊന്ന് മനസ്സിലൊന്ന് പറയാം. അതിങ്ങനെയാണ്: നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഒന്ന് കൈകളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലൊന്ന് പറയാം. നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ആമേൻ. ഞാനിവിടെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്റെ വ്യക്തിപരമായ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. എന്റെ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന അനുഭവങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ പേഴ്സണൽ ഷെയറിംഗ് ആണെങ്കിൽ ഒരു പ്രാർത്ഥനയിലുണ്ടായിരുന്ന എന്റെ ജീവിത അനുഭവങ്ങൾ, ദൈവാനുഭവങ്ങൾ, പല ജീവിത സാഹചര്യങ്ങളിലും പലരുമായിട്ട് സംസാരിച്ചപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും, അപ്പൊ അതൊക്കെയാണ്. അപ്പോ ഇതെന്റെ തീർത്തും വ്യക്തിപരമായ അനുഭവങ്ങളാണ്. ഞാൻ എന്റെയുമായി പറയുന്നു, സഭ എന്ത് പഠിപ്പിക്കുന്നു, കത്തോലിക്ക സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് യഥാർത്ഥ പഠനം. ഞാൻ എപ്പോഴും സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം കർത്താവിന്റെ എല്ലാ കൃപയും സഭയിലൂടെയാണ് കർത്താവ് എല്ലാം നൽകുന്നത്. വിശുദ്ധ പാദ്രിപ്പിയോ ജീവിച്ചിരുന്നപ്പോ ഒത്തിരി നമുക്കറിയാം അല്ലെ, വായുവിൽ ഉയർന്നുന്ന പഞ്ചക്ഷതധാരിയായ ആ വിശുദ്ധനോട് സഭ പറഞ്ഞു, കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ചാള് പൊതു ഇതിൽ ബലിയർപ്പിക്കണ്ട, അങ്ങനെ ഒരു അടച്ചുപൂട്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കായിരുന്നു. വിശുദ്ധ പാദ്രിപ്പിയോ യെസ് പറഞ്ഞു. പാദ്രിപ്പിയോ അവിടെ നോ പറഞ്ഞില്ല, യെസ് പറഞ്ഞു. ആ സഭയ്ക്ക് വിധേയപ്പെട്ടു. അത് അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് സഭ എന്ത് പഠിപ്പിക്കുന്നതാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. ഇത് എന്റെ വ്യക്തിപരമായ കുറച്ച് അനുഭവങ്ങളാണ്. ഈ ഒരു വചനം പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വീട് പണിയാൻ വേണ്ടി ഒരുങ്ങിയായിരുന്നു. വീട് പണിയാനുള്ള ഒരു ആഗ്രഹത്തോട് ഇങ്ങനെ ഒരുങ്ങിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് തറവാട് വരെ ഒരു ഓഹരി ഒരു സ്ഥലം കിടപ്പുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ വീട് വെക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ഥലം വാങ്ങിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കത് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം രാത്രിയായപ്പോ ഞാൻ ഇവരുടെ ഈ സ്ഥലത്തിന്റെ ഒരു തറവാട് ഓഹരി കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് വീട്ടിൽ പോയപ്പോ ഞാൻ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ നമുക്ക് ഒരുമിച്ച്, ഞാൻ എൻ്റെ ഇപ്പൊ 1-2 സുഹൃത്തുക്കളൂടി ഉണ്ടായിരുന്നു, നമുക്ക് അങ്ങോട്ട് രാത്രി 8 മണിക്ക് ശേഷമൊക്കെ ഇരിക്കുന്നു, നമുക്ക് അവിടേക്ക് ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന്, ഇരുട്ടാണ്, അത്യാവശ്യം വെളിച്ചൊന്നുമില്ല, മൊബൈൽ ഫോണിന്റെ ടോർച്ചൊക്കെ ഞങ്ങൾ അവിടെ ഓൺ ചെയ്ത് വെച്ചു. കാരണം അങ്ങനെ അധികം വഴിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. മൊബൈൽ ഫോണിന്റെ ടോർച്ചൊക്കെ അവിടെ ഓൺ ചെയ്ത് വെച്ച് ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഞങ്ങൾ ആ മണ്ണിലോട്ട് ചവിട്ടി നിന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് കൈകോർത്ത് പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൈകോർത്ത് പിടിച്ചു. അവിടെ ഇങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് മനസ്സിൽ. അപ്പന്റെ മകനാണ്, കാരണം കർത്താവിന് വേണ്ടി സമയം മാറ്റിവെക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു വ്യക്തിയാണ്. അപ്പന്റെ മകനാണിത്. അവനൊരു വീട് വേണം. അവന് സ്ഥലം ഇവിടെയുണ്ട്, മറ്റൊരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുക എന്ന് പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ടേറിയതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കൈകോർത്ത് പിടിച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ തൃത്വസ്തുതി ചൊല്ലിയിട്ട് 10 മിനിറ്റ് അവിടെ നിന്നുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേ ആഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിലോ ആ വീടിന് കല്ലിട്ടു. ഏതാണ്ട് 8 മാസം കഴിഞ്ഞപ്പോ ആ വീടിന്റെ താമസം കഴിഞ്ഞു. ആമേൻ. അവിടെയാണ് നമുക്ക് അവകാശമുണ്ട്. അതായത് നമുക്ക് ദൈവത്തോട്, ഇപ്പൊ എന്റെ മകൻ എന്നോടൊരു കാര്യം പറയണം. എന്റെ മകൻ ഞാൻ എന്നേക്കാളും സ്നേഹമായിരിക്കും ദൈവത്തിന് നമ്മളോട്, അല്ലെ? ഞാനൊരു അപ്പനാണ്, പക്ഷെ അതിനേക്കാളും എത്രയോ വലിയ സ്നേഹമാണ് നമ്മുടെ അപ്പനായ പിതാവായ ദൈവം. കാരണം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, ഞാൻ വിശ്വസ്തനല്ലെങ്കിലും ഞങ്ങൾ തമ്മിലാണ്, അല്ലെ? നമ്മൾ ഓരോരുത്തരും തമ്മിലാണ്. ഞാനും എന്റെ ദൈവം തമ്മിലാണ് ഉടമ്പടി. ഞാൻ ചിലപ്പോൾ ഉടമ്പടി തെറ്റിച്ചാലും തമ്പുരാൻ വിശ്വസ്തനായതുകൊണ്ട് തമ്പുരാൻ തെറ്റിക്കില്ല. അപ്പൊ അപ്പനറിയാം മക്കൾക്ക് എന്താ ചെയ്യേണ്ടത്. അപ്പോ പിന്നെ ഞാൻ മറ്റൊരു കാര്യത്തിലൂടെ കിടക്കുകയാണ്. ഇതൊരു ദൈവാനുഭവമായിരുന്നു. കാരണം ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ആ വീടിന്റെ താമസം കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളൊരു മണ്ണിൽ കാല് കുത്തിയാൽ, ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നത്, നീ കാല് കുത്തുന്ന ദേശമെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകും. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ പലരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, എന്നോട് ഷെയർ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പലരും സംസാരിക്കുമ്പോ പറയും, ഞാനൊരു പാപിയാണ്, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, എനിക്ക് അതിന് പ്രാർത്ഥിക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്. പലരുടെയും ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ
ലിയോ പാപ്പയെ സ്നേഹിക്കുന്ന അതേ അളവിൽ തന്നെ ഒരു മദ്യപാനിയെയും ഒരു മോശമായിട്ട് ജീവിക്കുന്ന ഒരാളെയും ദൈവം സ്നേഹിക്കുന്നു. എനിക്ക് എത്ര മക്കളുണ്ടെങ്കിലും ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കാം. എനിക്ക് എല്ലാ മക്കളാണ്. അതായത് ഈശോയുടെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഈശോയുടെ മുമ്പിലേക്ക് ഒരു വ്യഭിചാരിണിയായ മഗ്ദലന മറിയം കടന്നു വന്നപ്പോ കടന്നു വന്നു. ആളുകൾ കല്ലെറിയാൻ വേണ്ടി വരികയാണ്. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ ഒരു മോശമായ സാഹചര്യത്തിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടി നാട്ടുകാരെ കൂടി ഒരുമിച്ച് കൂടെ അവിടെ ഒരു ഈശോ നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ പറയും ഇവക്കൊക്കെ വേറെ പണിയില്ലേ, കുടുംബത്തിൽ നിന്ന് അയച്ചുവിട്ടെ, അങ്ങനെ കുറെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. അവിടെ ഈശോ ഇതുപോലെ ആ കാലഘട്ടത്തിലും ഈശോയുടെ മുമ്പിലേക്ക് പാപിനിയായ സ്ത്രീ വന്നപ്പോ പലരും പല കാര്യം ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈശോ കണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈശോ കണ്ടത് ഇവള് വ്യഭിചാരിണിയായ സ്ത്രീയാണല്ലോ, അങ്ങനെയല്ല ഈശോ കണ്ടത്. ഈശോ കണ്ടത് നാളെ കത്തോലിക്ക സഭ രൂപക്കൂട്ടിൽ എഴുന്നള്ളിച്ചു വെക്കാൻ പോകുന്ന വിശുദ്ധയാണല്ലോ ഇതെന്നാണ് ഈശോയുടെ കാഴ്ചപ്പാട്. അങ്ങനെയാണ്. അതായത് നമ്മളെപ്പോഴും കാണുന്നത് നമ്മുടെ മുമ്പിൽ, എന്റെ മുമ്പിൽ ധ്യാനിക്കാൻ വന്നിരിക്കും, എന്റെ മുമ്പിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ എന്തിനു പോകുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന, ഇപ്പൊ ഞാൻ എന്റെ മുമ്പിൽ കാണാൻ സാധിക്കുമെങ്കിൽ പോലും നിങ്ങൾ ആരും എന്നെക്കാൾ മോശമാണെന്നോ എന്നെക്കാൾ ഞാൻ ചിന്തിക്കില്ല. നാളെ ദൈവം നിങ്ങളെ ആരാക്കേണ്ടവരാണ്. അല്ലെങ്കിൽ എന്റെ മുമ്പിൽ ധ്യാനിക്കാൻ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്, അവര് നാളെ ആരുമായി തീരേണ്ടവരാണ്. അപ്പൊ ഞാൻ അവരെ കാണുന്നത് അവരായിരിക്കേണ്ട അവസ്ഥയാണ്. ഇത് ഈശോയുടെ ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഈശോ മഗ്ദലന മറിയത്തെ കണ്ടത് ഇവൾ ആരാണെന്നല്ല, ഇവൾ ആരായി തീരണം. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ, നമ്മുടെ പ്രാർത്ഥനയുടെ യോഗ്യതയോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മഹത്വമോ നമ്മുടെ വിശുദ്ധിയോ മാത്രമല്ല അതിന്റെ കർത്താവിന്റെ ഒരു കരുണയാണ്. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. കർത്താവ് എല്ലാവരും, ഇപ്പൊ എനിക്കൊരു 5 മക്കളുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ 5 മക്കളെ സ്നേഹിക്കുന്നു. 5 മക്കളുടെ ഒരു വികൃതി കാണിച്ചു. പക്ഷെ ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് മിഠായി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ 5 പേർക്കും ഒരേപോലെ മിഠായി കൊടുക്കും. നീ വികൃതി കാണിച്ചല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കില്ല. പക്ഷെ ഈ വികൃതി കാണിച്ച മകന് ആ സ്നേഹം കരുണയായിട്ട് മാറിയാണ്. അപ്പോ ഈശോ സ്നേഹിക്കുന്നത് ഇങ്ങനെയാണ്. ഈശോ അനുഗ്രഹിക്കുന്നത് നിങ്ങൾ ആരാണെന്നല്ല, നിങ്ങൾ ആളെ ആരായി തീരേണ്ടവരാണ്. അനേകർക്ക് സുവിശേഷം നൽകുന്ന, അനേകർക്ക് സ്നേഹം നൽകുന്ന, അനേകർക്ക് ആശ്വാസം നൽകുന്നവരായിട്ട് നിങ്ങൾ മാറേണ്ടവരാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് ഈശോ നിങ്ങൾ അനുഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ദൈവാനുഭവം എന്ന് പറഞ്ഞില്ലേ, അതായത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ആ വചനം: ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് ഈ വചനം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. ഞാനിത് പറയുന്നത് ഇങ്ങനെയാണ്. എൻ്റെ പല എൻ്റെ ദൈവാനുഭവങ്ങളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങളായിട്ട് കണക്ട് ചെയ്യപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇപ്പോഴും ഈശോ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരു സ്നേഹം, ഒരു ആ കൊതിയാണപ്പ എന്ന പാട്ട് കേട്ടപ്പോ എൻ്റെ ഉള്ളിൽ വലിയൊരു തുടിക്കലായിരുന്നു. കൊതിയാണപ്പ അവസാനിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ വരി പാട്ടുകൾ ഒന്നുകൂടി പാടണം ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോ ഈ ഒരു വചനം ഞാൻ പറഞ്ഞത്, ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2001 സെപ്റ്റംബർ 11-ാം തീയതി സെപ്റ്റംബർ 11-ാം തീയതി അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു. അപ്പൊ ആ ദിവസങ്ങളിൽ വെച്ചാൽ ഞാൻ ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ നാട്ടില് ഞാനൊരു നവീകരണ അനുഭവത്തിലേക്ക് വന്ന് ഏതാണ്ട് ഒരു വർഷമൊക്കെ നവീകരണ അനുഭവത്തിലേക്ക് വന്ന് ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ 2-3 കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ അടുത്തൊരു പഴയ പള്ളിയുണ്ട്, കോട്ടയ്ക്കാവ് എന്ന് പറയും പള്ളി. അതായത് സെന്റ് തോമസിന്റെ ഒരു പാരമ്പര്യമുള്ള ഒരു പള്ളിയാണ്. പള്ളിയുടെ അവിടെ ഒരു ബാക്കിൽ ഒരു പഴയ പള്ളിയാണ്, പൊളിഞ്ഞ കിടക്കായിരുന്നു. ഇപ്പൊ അത് മനോഹരമാക്കി നവീകരിച്ചൊക്കെ ഉണ്ട്. അപ്പൊ രാത്രിയിൽ ഞങ്ങൾ 3-4 പേരൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നു. അവിടെ നിന്ന് കുരിശിന്റെ വഴി ചൊല്ലും, കൊന്ത ചൊല്ലും, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2001 സെപ്റ്റംബർ 11-ാം തീയതി രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഈശോ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ കാണിച്ചു തരും. അപ്പൊ ഇതിങ്ങനെ പറയും, അങ്ങനെയൊക്കെ സംഭവങ്ങൾ. അപ്പൊ അതാണ് ഞങ്ങൾ ആത്മീയമായിട്ട് വളർത്തിയിരുന്നത്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ഈ അമേരിക്കയുടെ പതാക കത്തുന്നതും ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതും, അങ്ങനെ ഭയങ്കര ഒരു സ്ഫോടനമൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ, അപ്പൊ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനിങ്ങനെ ഒരു ശൈശവം, ഇപ്പോഴും ആത്മീയ ശൈശവം തന്നെയാണ്. കുറവുള്ളവനാണ്, ബലഹീനനാണ്, പോരായ്മയുള്ളവനാണ്. എങ്കിലും ഈശോയുടെ സ്നേഹം എന്നെ വഴി നടത്തും.
അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയുടെ പതാക കത്തുന്നതും ഒരു ബിൽഡിംഗ് കത്തിപ്പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞു. കാണുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരും വെച്ചിട്ട് അമേരിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ചെയ്തു. തിരിച്ച് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ, അന്ന് ഞാൻ എന്റെ വീട്ടിലൊരു ചെറിയ തറവാടാണ്, തറവാട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത വീട്ടിലൊരാള് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അനിയെന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, അറിഞ്ഞാ അമേരിക്കയിൽ യുദ്ധം തുടങ്ങിയെന്ന്. അപ്പൊ അന്ന് കേബിൾ ടി വി ഒന്നും അത്ര സജീവമൊന്നും അങ്ങനെയല്ല, ഉണ്ട് പക്ഷെ എങ്കിലും ഞങ്ങളുടെ അവിടെ ഒന്നും ഇല്ല, വീട്ടിൽ പത്രമൊന്നും അങ്ങനെ വരുത്തണ ഇതൊന്നുമില്ല. അപ്പൊ അറിഞ്ഞ ഈ അമേരിക്കയിൽ യുദ്ധം തുടങ്ങിയെന്ന്. അപ്പോഴാണ് ഞാൻ പിറ്റേ ദിവസം വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ സംഭവം. ഈശോ തലേ ദിവസം ആ സമയത്ത് എന്നെ അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ ഈ ലോകത്തുള്ള എന്ത് സംഭവങ്ങളാണെങ്കിലും അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല കേട്ടോ, അത് നമ്മുടെ യോഗ്യത ഉണ്ട്. നമ്പുരാൻ ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കും. ഇത് ഈ അടുത്ത കാലത്ത് എന്നെ ഒരു അന്നമരം ഇതിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ വിളിക്കുകയുണ്ടായി. ഒരു അമ്മയാണ് കേട്ടോ, ഒരു ചെറിയ പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പൊ ഞാനിങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഫോണിലൂടെ ഞാൻ 2 മിനിറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഇനി ഈശോ ഒരു അടയാളം കാണിച്ചു തന്നെ ഇങ്ങനെയാണ്. അത് എനിക്ക് ഒരു ചിരി ഉണ്ടാക്കി ആ ഇത് കാണിച്ചു തന്നപ്പോ. അതെങ്ങനെയാണ്, ഈ മാതാവ് തന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ ഈ 4 വയസ്സോ 3 വയസ്സോ ഉള്ള ഈ പെൺകുട്ടിയുടെ കയ്യിലേക്ക് മാതാവ് നൽകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ദർശനം കാണുന്നുണ്ട്. മാതാവ് തന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോനെ ഈ കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് വേറെ ഞാനിങ്ങനെ ഈ അമ്മയോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോ മാതാവ് ഇങ്ങനെ ഉണ്ണീശോയെ കുഞ്ഞിന് കൊടുക്കുന്നതായിട്ട് കാണിച്ചു തരണുണ്ടല്ലോ, എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനുണ്ടാന്ന് ചോദിച്ചപ്പോ ഈ അമ്മയുടെ കണ്ണുനീരാണ്. ഫോണിലാണ്, കരയുന്ന ശബ്ദമാണ് കേൾക്കണത്, ഒരു സ്നേഹം കൊണ്ടുള്ള കരച്ചിൽ. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അവർ പറയാണ്, ഞാൻ എല്ലാ ദിവസവും അവരുടെ വീട്ടില് ഒരു മാതാവിന്റെ രൂപം ഇതുണ്ട്. അപ്പോ എപ്പോഴും ഈ മോളുടെ അടുത്ത് വന്നിട്ട് പറയും, മോളെ മാതാവിന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ കണ്ട, മോള് മാതാവിനോട് പറയണോട്ടാ, ഉണ്ണീശോയെ എനിക്കൊന്ന് തരണം, എന്റെ കൂട്ടുകാരനായിട്ട് എന്റെ കൂടെ കളിക്കാനായിട്ട് ഉണ്ണീശോനെ തന്നോട്ടാ, മാതാവ് എനിക്ക് ഉണ്ണീശോനെ തന്നോട്ട് ഇങ്ങനെ പറയുകയും ചെയ്യും. മാത്രമല്ല വീട്ടിൽ ഗസ്റ്റുകളോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോ അവരോട് പറയും, എന്റെ കൂട്ടുകാരൻ ആരാണെന്ന് അറിയാമോ, കൂട്ടുകാരൻ ഉണ്ണീശോ ഉണ്ടെന്ന് പറയും. സ്നേഹമുള്ളവരെ, ഇത് ഞാൻ പറഞ്ഞപ്പോ ആ അമ്മ കണ്ണുനീരോട് കൂടിയാണ് ഇത് എന്നോട് സംസാരിച്ചത്. അതായത് നമ്മൾ എന്ത് ഈശോയോട് ചോദിക്കുന്നോ, ആ കാര്യങ്ങൾ ഈശോ അവിടെ ആശീർവദിക്കുകയാണ്. അതായത് ഈ അരുന്ധതി റോയുടെ ഒരു പുസ്തകം, ഞാനത് മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല. അതിങ്ങനെയാണ്, ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. നമ്മുടെ ദൈവം കൊച്ചു കാര്യങ്ങളുടെ ദൈവമാണെന്ന്, ഇല്ലേ? നമ്മോടൊപ്പം കളിക്കുന്ന, നമ്മോടൊപ്പം പാട്ട്. അതായത് ഈശോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ ശിഷ്യന്മാരൊക്കെ ഈശോ മരിച്ച് എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ശിഷ്യന്മാരൊക്കെ പല വഴിക്ക് ഓടിപ്പോയി കഴിഞ്ഞപ്പോ ഈശോ വീണ്ടും ഉദ്ധാനമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവര് പഴയ പണിക്കൊക്കെ പോയപ്പോ ഈശോ അവരോട് ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഈശോയെ കുറിച്ച് പറയണ്ട. എന്നിട്ട് ഈശോ ഇവരെ കാണുമ്പോൾ ചോദിക്കണം, മക്കളെ നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്ന? ഈശോ ചോദിക്കണം, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, എന്നെ കുരിശുമ്പോ തറച്ചപ്പോ നിങ്ങളൊക്കെ ഓടിക്കളഞ്ഞല്ലേ, നിങ്ങൾ അപ്പടി അങ്ങനെ പറയാം. ഈശോ ചോദിച്ചതെന്താണ്, വല്ലതും കഴിച്ചാ മക്കളെ, വല്ലതും കഴിച്ചായിരുന്ന? അങ്ങനെ ദൈവം, നമ്മുടെ അപ്പൻ കൊച്ചു കാര്യങ്ങളുടെ അപ്പനാണ്. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്, ഈശോ അതിനെ ബ്ലസ് ചെയ്യണം, അതിനെ സ്വീകരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്റെ കൂട്ടുകാരൻ വീട് വെക്കണം എന്ന് ആഗ്രഹമായിട്ട് ചെന്നപ്പോ ഞങ്ങൾ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, ഈശോയെ വേറൊരു വഴിയില്ല, അങ്ങ് ഇതിനെ ബ്ലസ് ചെയ്യണേ. 8-ാം മാസം ഈ സമാനമായിട്ട് മറ്റൊരു സംഭവം ഉണ്ട്. ഞാനതിനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ ഇതിന്റെ എവിടെയാണെന്നൊക്കെ അറിയാം. അപ്പൊ അതൊന്ന് കുറച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ ഒരു കോൺവെന്റിൽ ഒരു കോൺവെന്റിൽ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ മദറും സിസ്റ്റേഴ്സൊക്കെ എന്നെ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും, വളരെ സ്നേഹമൊക്കെ, എന്നെ ഭയങ്കര സ്നേഹമാണ് എന്നോടൊക്കെ. അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമാണ്, എന്നെ സ്നേഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരൊക്കെ. അപ്പൊ ഞാൻ അവിടെ കോൺവെന്റ് അവർ താമസിക്കുന്ന മുറി ആകെ തകർന്ന് ആകെ ഇതായിട്ട് ശോചനീയമായിട്ട് കിടക്കുന്നു. അപ്പൊ ഇതിന് പുതിയ ബിൽഡിംഗ് പണിയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അതിനൊരു പെർമിഷൻ കിട്ടണില്ല. അതിനൊരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കുറച്ച് ഒരു ഒബ്ജക്ഷൻ ഒക്കെ ഉണ്ട്. കുറച്ച് നാളുകളായിട്ട് ഇതിന്റെ പുറകെയാണ്. അപ്പോ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ദിവസം നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ വിശുദ്ധ കുർബാന നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, ഞാൻ ഒരു ദിവസം വരാട്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരുമിച്ചൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങയുടെ മണവാട്ടികളാണ്, അങ്ങേക്ക് വേണ്ടി സ്വന്തം അപ്പനെയും അമ്മയെയും വീടും എല്ലാം വേണ്ടാന്ന് വെച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. അപ്പൊ അങ്ങയുടെ മണവാട്ടികൾ താമസിക്കുന്നത്, എന്റെ ഭാര്യ ഏറ്റവും നല്ല വസ്ത്രം ഇടണമെന്നും ഏറ്റവും നന്നായി ജീവിക്കണമെന്നും ഏറ്റവും സുരക്ഷിതമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ.
അപ്പൊ ഈശോയുടെ മണവാട്ടികൾ ഏറ്റവും സുരക്ഷിതമാണ്. ഈശോ അത്രയും ഇതായിട്ട് ആഗ്രഹിക്കും. അപ്പൊ ഞാൻ ഈശോയെ അങ്ങയുടെ മണവാട്ടികളാണ്, അങ്ങേക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്. ഇവരിങ്ങനെ ചോർന്ന് ഒലിക്കുന്ന, ഞാൻ കണ്ട അതിന്റെ അകത്ത് കയറിയപ്പോ ഇതൊക്കെ എപ്പോഴും ഇടിഞ്ഞു വിടുന്ന തേപ്പൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് അങ്ങനെ. അപ്പൊ ഇത് പൊളിക്കണമെങ്കിൽ പെർമിഷൻ കിട്ടും, എന്നാലേ പുതിയ പണിയാൻ പറ്റുള്ളൂ. ഈശോയെ അങ്ങ് ഇവർക്ക് ഈ വീട്, ഈ അവരുടെ ഈ ഭവനം ഇത് പണിത് കൊടുക്കണം, കോൺവെന്റ് പണിത് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥിച്ചപ്പോ അവസാനം ഈശോ അടയാളം കാണിച്ചെന്ന് ഔസേപ്പ് പിതാവ് ഇവരുടെ വീടിന്റെ കട്ടിലേക്ക് റെഡിയാക്കി കൊടുക്കും. കട്ടില പണിയുന്നതായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ ഒരു ഒന്നേകാൽ വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവണം. 1.25 വർഷം കൂടി 15 മാസം അത്രയൊക്കെ ആയിട്ടുള്ളൂ. ആ കോൺവെന്റിന്റെ ഏതാണ്ട് 5000 സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഉണ്ട്. അതിനെ മൊത്തം പണി കഴിഞ്ഞു. അതിന്റെ ടൈൽസ് ഒട്ടിക്കലോ പെയിന്റ് പണിയൊക്കെ നടക്കാൻ പോകുന്നു. അതായത് അന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പെട്ടെന്ന് ഇപ്പൊ കർത്താവ് പെർമിഷൻ കൊടുത്തു. പെർമിഷൻ വന്നു, പണി തുടങ്ങി, എല്ലാം സെറ്റായി. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെയാണ്. നമ്മള് മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണെന്ന്. എന്റെ വീടാണെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ മക്കൾക്ക് അവകാശം ഉണ്ടെങ്കിൽ തമ്പുരാൻ നൽകിയതാണ്. തമ്പുരാനും മക്കളാണ് നമ്മളെങ്കിൽ എല്ലാ അവകാശങ്ങളും നൽകുന്ന ഒരു തമ്പുരാണ്. ഈ അടുത്ത് അതുപോലെ ഒരിക്കലും സംഭവിച്ച ഒരു കാര്യമാണ്. എന്നോട് ഒരു സിസ്റ്റർ, എന്റെ ഒരു ചേച്ചിയെ പോലെ കാണാം. ഇപ്പൊ ആ സിസ്റ്റർ ഇറ്റലിയിലാണ്. സിസ്റ്റർ ഒരു സഹോദരന് മക്കളില്ല. അപ്പൊ മക്കളില്ലാതെ ആയിട്ട് ഒരു 10 വർഷമായി കഴിഞ്ഞപ്പോൾ എന്നോട് സിസ്റ്റർ പറയണത്, ഒന്ന് പ്രാർത്ഥിക്കണോട്ടാന്ന് പറഞ്ഞു. ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ, അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പൊ ഞാൻ ആ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് പ്രാർത്ഥിക്കും. അപ്പൊ ഒരു ദിവസം ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോ എന്നോട് സിസ്റ്റർ പറഞ്ഞു, അവര് കുഞ്ഞുങ്ങളെ ഉണ്ടാവില്ല എന്ന് ഒരു ബോധ്യമായതുകൊണ്ട് അവർ മക്കളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എനിക്കൊരു വിഷമമായി. ഞാനപ്പോ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ അവരോട് ഒരു കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കാൻ പറയും, ഒരു തീരുമാനം എടുക്കല്ലേ എന്ന് പറഞ്ഞു. നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം എന്നുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ കർത്താവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. ഞാൻ പേഴ്സണലി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. ഞാൻ കുർബാനയ്ക്ക് പോയി, കുർബാനയൊക്കെ സ്വീകരിച്ചു വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കുർബാന സ്വീകരിച്ചു പ്രാർത്ഥിച്ചു. എന്റെ ഈശോയെ, ഒരാഗ്രഹമാണല്ലോ കുഞ്ഞുണ്ടാവും, ദൈവത്തിന്റെ ദാനം. ആ ഒരു ദാനം ലഭിക്കുന്ന സ്വപ്നമാണല്ലോ തമ്പുരാൻ. അങ്ങ് അവർക്ക് മക്കളെ കൊടുക്കുക ഈശോയെ. അങ്ങ് അവർക്ക് മക്കളെ കൊടുക്കണോട് ഈശോയെ. അങ്ങിലുള്ള ഒരു വിശ്വാസം കൊണ്ട്, എന്റെ പ്രാർത്ഥനയുടെ ഇതുകൊണ്ടല്ല, എനിക്ക് അതിനോട് ഇതില്ല, അങ്ങിലുള്ളൊരു വിശ്വാസം കൊണ്ട് ഞാൻ അവരോട് പറയണ്, അവർക്ക് മക്കളെ ദത്തെടുക്കണ്ടെന്ന് പറയാൻ പോയിരുന്നുണ്ട്. ഞാൻ അതിനുശേഷം അവരെ ഫോൺ വിളിച്ചിട്ട്, നേരിട്ടല്ലട്ടെ വിളിച്ചത്, സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, അവരോട് സംസാരിച്ചോ, അവരോട് പറഞ്ഞു ദത്തെടുക്കണ്ട, നിങ്ങൾക്ക് ഈശോ മക്കളെ തരും. നിങ്ങൾക്ക് ഈശോ മക്കളെ തന്നില്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഈശോ ഇല്ലാന്ന് അവരോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. എന്റെ ഒരു വിശ്വാസത്തിന്റെ ബോധ്യത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈശോ മക്കളെ തന്നില്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഈശോ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോ ആ ചേച്ചി ഗർഭിണിയായി. ചേച്ചി പ്രസവിച്ചു. ഇരട്ട കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഈ കുഞ്ഞിന്റെ മാമോദീസയ്ക്ക് ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങളുടെ കുടുംബം, ഞാനും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് പോയി. ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്ന ഈ ദമ്പതികളെ കാണുന്ന അവിടെ വെച്ചാണ്. മാമോദീസ കഴിഞ്ഞപ്പോ അവസാനം ഞങ്ങളൊക്കെ കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരപ്പിച്ചിട്ടാണ് കിട്ടും. അപ്പൊ ദൈവം അങ്ങനത്തെ കുറെ അവകാശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് എന്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും ഞാൻ എടുക്കുന്ന വിശുദ്ധ കുർബാനയിലാണ്. എന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങളും ഞാൻ എടുക്കുന്ന വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാന ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ കുർബാന കഴിഞ്ഞിട്ട് വരട്ടെ. കാരണം നമുക്കുള്ള എല്ലാ കൃപകളുമായിട്ട് അവിടെ, എല്ലാ അനുഗ്രഹങ്ങളുമായിട്ട് ഒരു മുറിയപ്പെട്ടവൻ കാത്തിരിക്കണം. ഞാനിങ്ങനെ സ്ഥലം ഞാൻ എന്റെ കഴിഞ്ഞ ഷെയറിംഗ്, എന്റെ പഴയ വീട്, ചെറിയ വീടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് അന്ന് വണ്ടി കയറാനൊക്കെ അസൗകര്യം, ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അപ്പോ ഇത്തിരി കൂടി വലിയൊരു സ്ഥലം, അങ്ങനെ ആ ഒരു ആഗ്രഹമൊക്കെ എനിക്ക് തോന്നി. ഈശോയോട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു കിടന്നുണ്ട്. ഒരു സ്ഥലം അപ്പൊ എന്റെ ഇടവകയിൽ നിന്ന് പല സ്ഥലത്തും അന്വേഷിച്ചു കിടന്നു, ഇതില്ല. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ എന്റെ ഇടവകയിൽ കുർബാനയ്ക്ക് പോയിരിക്കുന്നു. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ കുർബാന സമയത്ത് എന്റെ മനസ്സിലേക്ക് ഒരു സ്ഥലം മനസ്സിൽ ഓർമ്മ വരും. കാരണം ഞാൻ പണ്ട് അവിടെ ഷട്ടിൽ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു 8-9 സെന്റ് സ്ഥലത്തുള്ള നല്ല സ്ക്വയർ ആയിട്ടൊരു സ്ഥലം. അപ്പൊ ഞാൻ ഈ കുർബാന സമയത്ത് ഇത്രയും നാൾ എന്റെ മനസ്സിലേക്ക് ആ സ്ഥലം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. കുർബാനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സ്ഥലം ഓർമ്മ വന്നു. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ശരിക്കും ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ സ്ഥലം ഇങ്ങനെ അവിടെ സ്ഥലം ഉണ്ടല്ലോ, അതിങ്ങനെ കൊടുക്കാനുള്ളൂ. ഞങ്ങളത് കൊടുക്കാൻ പോയുള്ള ഇനി വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അത് 2 മാസത്തിനുള്ളിൽ അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഞാനിങ്ങനെ ആ സ്ഥലത്ത് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഈശോയോട് ചോദിച്ചു എന്ത് വേണം. അപ്പൊ ഈശോ അടയാളം തന്നു, ഒരു പ്രത്യേക അടയാളം തന്നു, മാതാവിന്റെ ഒരു സംരക്ഷണം, വീട് വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീടിന്റെ അവസാന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോ ഞാൻ ലോൺ എടുത്താണ് വീട് വെക്കുന്നത്. അപ്പോ ഈ വീടാണ് ഇപ്പൊ നിൽക്കുന്ന ഈ വീടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിപ്പോ വെച്ചിട്ട് ഇപ്പൊ ഒരു 1.5 വർഷം ഒക്കെ ആയിട്ടുള്ളൂ.
അപ്പൊ ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം അവസാനം ഘട്ടമായി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ പണി പൂർത്തിയായ ലോൺ തീർന്നു. അപ്പൊ എനിക്ക് ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നതിന് എനിക്ക് ബാധ്യതയാവും. അപ്പൊ പഴയ സ്ഥലം വീട് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ കുർബാനയിൽ ഇതുപോലെ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ എന്റെ വീടും സ്ഥലവും വിൽക്കാൻ ഒരു ആഗ്രഹമുണ്ട്. കർത്താവ് അങ്ങ് തന്ന വീടാണ്, പക്ഷേ കർത്താവെ എനിക്ക് അങ്ങാണ് പ്രാധാന്യം. അങ്ങ് തന്ന വീടിനേക്കാളും എനിക്ക് അങ്ങ് എന്താ ആഗ്രഹിക്കുന്നു അത് അതുപോലെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ വീട് ഒരിക്കലും ഞാൻ ആർക്കെങ്കിലും വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ വീട്ടിൽ ഒരിക്കലും മദ്യം കയറ്റിയിട്ടില്ലാത്തൊരു വീടാണ് ഈശോയെ. പ്രാർത്ഥിച്ച ഒരു വീടാണ്. ഇതിന്റെ ഓരോ മൂലയിലും എന്റെ പ്രാർത്ഥന, എന്റെ കണ്ണുനീരും വീണ മണ്ണാണ്. ഈ മണ്ണ്, ഈ ഭൂമി അല്ലെങ്കിൽ വീട് ഒരാളുടെ കിട്ടുമ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കുർബാനയിലൊക്കെ പ്രാർത്ഥിച്ച്. കുർബാന കഴിഞ്ഞു, ഇങ്ങനെ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി. ഇതുപോലെ ഞാൻ വീട്ടിലൊന്നു ഇപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ നേരമായി. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു പ്രയർ ഗ്രൂപ്പിലേക്കുള്ള ഒരു ചേട്ടൻ എന്നോട് വന്നിട്ട് എനിക്ക് ചോദിക്കണം, അനിയുടെ പുതിയ വീടിന്റെ പണിയൊക്കെ അതിന്റെ അവസാനമൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വീട് കൊടുക്കുകയാണെങ്കിൽ അത് എനിക്ക് തരണോട്ടെ, എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അതൊരു പ്രാർത്ഥിച്ച വീടാണല്ലോ, അതെനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ കുർബാനയിൽ അത് അനിയുടെ വീട് പണി പൂർത്തിയാക്കാനുള്ള പൈസയൊക്കെ പെട്ടെന്ന് ഞാൻ തന്നേക്കാം, ബാക്കിയുള്ള നമുക്ക് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടത്താൻ. അതുകൊണ്ട് ഞാൻ കുർബാനയിൽ പ്രാർത്ഥിച്ചു, എന്റെ അപ്പനോട് പ്രാർത്ഥിച്ചു, അപ്പനത് ഡീൽ ചെയ്തു. ഈ പിന്നെ ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ എന്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവം, ഒരാൾക്കൊരു ഈശോയെ കുറിച്ച് ഒരു അനുഭവം കിട്ടണം. അപ്പൊ ഞങ്ങള് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 2016 മുംബൈയിൽ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നു. അതായത് ഇന്ത്യയിൽ നടന്ന ബോംബെയിൽ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നിട്ടുണ്ടായിരുന്നു. അത് 1966 അങ്ങനെ എന്താണ്, അന്ന് പോളാറാമൻ പാപ്പയാണ് അതിൽ പങ്കെടുത്തത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് ആണ്. ആദ്യമായിട്ട് പാപ്പ ഇന്ത്യയിൽ വന്നതാണ്. അപ്പൊ അതിന്റെ 50-ാം വർഷത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ്, ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്താൻ വേണ്ടി നമ്മുടെ CCBI തീരുമാനിച്ചു. അപ്പൊ അന്ന് രൂപതയിൽ നിന്ന് എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. രൂപതയിൽ നിന്ന് ഒരാൾക്ക് ഒരു ആത്മായ യുവജന പ്രതിനിധിയായിട്ടൊക്കെ ഒരാൾക്ക് പങ്കെടുക്കാം. അങ്ങനെ എന്റെ പിതാവ് എന്നോട് ചോദിച്ചു, വരണ്ടാന്ന് ചോദിച്ചു. യെസ് എന്ന് പറഞ്ഞു, സന്തോഷം. അങ്ങനെ ഞാനും പിതാവിന്റെ ഒപ്പം പിന്നെ എന്നിട്ട് വൈദികരും, പിന്നെ എൻ്റെ ഒപ്പം ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ രൂപതയിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. ഞങ്ങളിങ്ങനെ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ 5 ദിവസമായിട്ടായിരുന്നു. അന്ന് ഭയങ്കര ഇന്ത്യയിലുള്ള എല്ലാ ബിഷപ്സും അപ്പൊ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കണം. ഈ ജാർഖണ്ഡിൽ നിന്നൊക്കെ വന്നുകൊണ്ട് ഓരോരുത്തർ ദിവ്യകാരുണ്യത്തെ കുറിച്ചും അവരുടെ ജീവിത സഹനങ്ങളെ കുറിച്ചും വിശ്വാസത്തിന് വേണ്ടി അവരുടെ ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം അങ്ങനെയൊക്കെ ഇട്ട് ഭയങ്കരമായിരിക്കുന്ന സമയത്ത് അവസാന ദിവസം അപ്പൊ എന്റെ കൂടെയുള്ള ഈ ഗസറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞ മനുഷ്യൻ, നല്ല പൊസിഷനുള്ള മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അനി, ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും വെളിപ്പെടുത്താത്തതാണ്, എനിക്ക് ഈ കരിസ്മാറ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ ഓക്കെ, സഭയുടെ സംവിധാനം, പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ച് ഇന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അത് ഓരോരുത്തർക്ക് മനസ്സിൽ നിന്നൊക്കെ എടുത്തിട്ട് പറയുന്നത് ഇതൊക്കെ തെറ്റാണെന്ന് തന്നെ. അപ്പൊ പുള്ളിക്ക് എന്നെ അത്ര അടുത്തറിയില്ല എങ്കിലും ഞങ്ങൾ തമ്മിൽ 5 ദിവസം ഉണ്ടായിരുന്നല്ല. അപ്പൊ ഞാനിങ്ങനെ കുർബാന ദിവ്യാരണ ആരാധനയുടെ സമയത്ത് ഞാൻ ഈശോയെ എനിക്ക് ഇദ്ദേഹത്തിന് ഇതിലൊരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടി ഒരടയാളം എനിക്ക് തരണം ഈശോയെ, എനിക്ക് വേണ്ടിയല്ല ഈശോയെ, ഈ ഇദ്ദേഹത്തിന് ഒരു ബോധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, സാറ് എപ്പോഴെങ്കിലും ഒരു വെള്ളത്തിൽ വീഴേ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായ സാഹചര്യത്തിൽ പെട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഒന്നുകൂടി ഓർത്ത് നോക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു അപകടകരമായ സാഹചര്യം, വെള്ളത്തിൽ വീഴേ അല്ലെങ്കിൽ ജീവൻ നഷ്ടം അങ്ങനെ എന്തെങ്കിലും. പുള്ളി ഒരു മിനിറ്റ് ഒന്ന് നിന്നിട്ടുണ്ട്. ഒയ്യോ, ഇത് പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരൻ ഏതോ സ്ഥലത്ത് ഇങ്ങനെ പോയ സമയത്ത് പുള്ളിയുടെ കല്യാണം കഴിഞ്ഞേക്കാൾ മുമ്പാണെന്ന് തോന്നുന്നു. അന്ന് ഇദ്ദേഹത്തിന് ഞാൻ ഈ ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 50 വയസ്സിന് മുകളിലുണ്ട് കേട്ടോ. 54 വയസ്സൊക്കെ ഉണ്ടാവണം. ഒരു കിണറ്റിലോട്ട് വീണുപോയി. അതിൽ കൂടെ ആരും വരാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്. കിണറ്റിലോട്ട് ഇങ്ങനെ എന്തോ കൈവരി എന്തോ തകർന്ന് താഴത്തോട്ട് വീണ് ആരും വരാൻ സാധ്യത സ്ഥലത്ത് പുള്ളി ആകെ വിഷമിച്ചു പോയി. അങ്ങനെ ആരോ യാദൃശ്യമായിട്ട് അതിലൂടെ കടന്നു പോവുകയും ഇദ്ദേഹത്തെ കാണുകയും ഒരു കയറിട്ട് കൊടുത്ത് ഇദ്ദേഹത്തെ മുകളിൽ കയറ്റുകയും ചെയ്തു. ഇത് മറന്നുപോയൊരു കാര്യമാണ്. കയറിട്ട് കൊടുത്ത് ഇദ്ദേഹത്തെ മുകളിൽ കയറി, ആരാണ് കയറ്റിയതെന്ന് പുള്ളിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറന്നുപോയി. അപ്പൊ എന്നോട് ഇതെനിക്ക് എങ്ങനെ അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ സാർ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഞാൻ ഈശോയോട് ഒരു അടയാളം ചോദിച്ചപ്പോ ഈശോ ഒന്ന് അടയാളം. ഇദ്ദേഹത്തെ ഞാൻ ഈ അടുത്ത് ഞാനും ഭാര്യയും മക്കളും കൂടി ഒരു എറണാകുളത്ത് പോയി വല്ലാർപാടത്ത് പള്ളിയിൽ പ്രാർത്ഥന കിടക്കാൻ പോകും. അപ്പൊ പോയപ്പോ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഈ കാര്യമൊക്കെ മറന്നുപോയിട്ടുണ്ടാവുന്നു. പക്ഷെ എന്റെ വൈഫിനോട് എന്നെ കുറിച്ച് പറയണ്, ഞങ്ങൾ ഇവിടെ പോയപ്പോ എന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി.
അപ്പൊ ഞാനിങ്ങനെ വൈഫിനോട് ഈ കാര്യം ഷെയർ ചെയ്തിട്ടില്ല എന്നെ ഒരു ഓർമ്മ, ഞാൻ പറഞ്ഞെന്ന് ഓർമ്മല്ല. അപ്പൊ ഇങ്ങനെ ഞാൻ ഒരു കാര്യം, ഞാൻ കിണറ്റിൽ വീണ കാര്യം ഇദ്ദേഹം പറഞ്ഞു. എന്റെ പേര് അനി പറഞ്ഞു. ഇതും ദൈവത്തിന്റെ കൃപയുള്ള മനുഷ്യനാണെന്ന്. ഞാൻ പറയാം അങ്ങനെയൊന്നും പറയണ്ട, നമ്മളെല്ലാവരെയും ഈശോരെ പോലെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞത് എന്റെ ഒരു മഹത്വം ഇത് കാണിക്കാൻ വേണ്ടല്ലോ. അതായത് കർത്താവ്, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചോ, കർത്താവ് തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മക്കളായതുകൊണ്ട് ഇത് തരും. പിന്നെ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത, ഞാൻ പറഞ്ഞില്ല മദ്യം കയറ്റുന്ന ഒരു വീടിനെ കുറിച്ച് പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഇത് കടന്നു വരാതിരിക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ ഒരിക്കലും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്കൊണ്ട് 2002 2003 സമയത്തേക്കാണ്, ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരു മിഷന്റെ ഭാഗമായിട്ട്. ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ 1-2 സുഹൃത്തുക്കൾ കൂടെ ഉണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കാണിച്ച് അവിടെ ഒരു അടയാളം കാണിച്ചു തരുന്നത്. ഇങ്ങനെയാണ്, എത്ര പ്രാർത്ഥിച്ചിട്ടോ ആ മുറിയിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത, പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത ഒരു വസ്തു അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ ചേട്ടനോട് ഇങ്ങനെ പതുക്കെ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സംഭവം? ഞാൻ നല്ല അസൽ കരിസ്മാറ്റിക്കാണ്, ഞാൻ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ്. കുറച്ചും കൂടി ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ, എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ ചേട്ടാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെയാണ്, അങ്ങനെ എന്റെ ഓർമ്മയില്ല. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഇപ്പൊ മോൻ ഇരിപ്പുണ്ട് കേട്ടോ, മോനോടൊന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മോൻ ബാംഗ്ലൂരിൽ നിന്ന് അന്ന് രാത്രി പഠിക്കാൻ പോയി, ബാംഗ്ലൂരിൽ നിന്ന് അന്ന് വന്നേക്കണേണ്. അപ്പൊ അദ്ദേഹം മോനെ വിളിച്ചു. അപ്പൊ മോനോട് ചോദിച്ചു, മോനെ എന്തെങ്കിലും ഇതായിട്ടുള്ള കൊണ്ടുവന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഈശോടെ ഒരു കറുത്ത പുസ്തകം അവിടെ ഇരിപ്പുണ്ട്. ഇത് കേട്ടത് ഈ മോൻ ഓടി മുകളിലോട്ട് പോയിട്ട് ഒരു പുസ്തകമായിട്ട് വരുന്നു. ഞാൻ അതിന് കൃത്യമായിട്ട് ഓർക്കണില്ല, അതിന് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള പുസ്തകമാണ്. പുസ്തകം ഇതാണ്: ഈശോ 33-ാമത്തെ വയസ്സിൽ ഈശോ മരിച്ചില്ല. ഈശോ 33-ാമത്തെ വയസ്സിൽ ഈശോയ്ക്ക് പകരം കുരിശിൽ തറച്ചത് മറ്റൊരു ശിഷ്യനാണ്. ഈശോ അവിടെ നിന്ന് ഇന്ത്യയിലോട്ട് രക്ഷപ്പെട്ടു പോകുന്നു. എന്നിട്ട് 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു, കാശ്മീരിലെ കല്ലറയിൽ അടക്കി. അങ്ങനെ നടക്കുള്ള ഒരു പുസ്തകമാണ്. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടുള്ള അറിവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് ആ പുസ്തകം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര അതായത് ഈ കൂട്ടുകാരന് ബാംഗ്ലൂർ പഠിക്കാൻ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു അക്രൈസ്തനായിട്ട് സുഹൃത്ത് നിന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അന്ന് വായിച്ചേക്കാലെന്ന് വെച്ച് കൊണ്ടുവന്നാണ്. അതായത് ഈശോയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, ഈശോയുടെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പുസ്തകം ആ വീട്ടിലുണ്ടായപ്പോ പരിശുദ്ധാത്മാവിനെ ഇഷ്ടപ്പെട്ടില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞെടുത്ത് മാറ്റാൻ പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അപ്പന് ഇഷ്ടമില്ലാത്ത നമ്മുടെ വീട്ടിലുണ്ടോ നോക്കണം, അപ്പൻ ആഗ്രഹിക്കാത്ത നമ്മുടെ വീട്ടിലുണ്ടോ നോക്കണം, അപ്പന് ഇഷ്ടമില്ലാത്തത് വീട്ടിലുണ്ടോ നോക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടാവും, പാപങ്ങളുണ്ടാവും, നമ്മൾ പാപികളാണ്. അതല്ല, ഈശോയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ, 1-ാം പ്രമാണ ലംഘനങ്ങൾ. അപ്പൊ അതുപോലെ ഇതുപോലെ ഞാൻ ഒരിക്കല് ഒരു വീട്ടിൽ വേറെന്തോ ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് ചെന്നാണ്, ഒരു മിഷന്റെ ഭാഗമായിട്ട് ഞാൻ മിഷൻ ഔട്ട്റീച്ച് എന്നുള്ള ജീസസ് യൂത്തിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഒരു 2 വർഷത്തോളം ആ ഒരു മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒത്തിരി ഇടവകളിൽ ഒത്തിരി വീടുകളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒത്തിരി ഇതൊക്കെ സംഭവിച്ചു. അവിടെ വലിയ മാനസാന്തരങ്ങളാണ് കേട്ടോ സംഭവിച്ചത്. പ്രധാനം നമ്മൾ കൊടുത്തിരുന്ന മാനസാന്തരങ്ങൾക്കായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പൊ അവിടെ ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെന്ന് പറഞ്ഞ്, ഇപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് വെറുതെ വരാമോ വെച്ചാൽ അവര് ആ ഇടവക്കാരായിരുന്നില്ല. അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പോകാലെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ ചേട്ടൻ കാലൊക്കെ മറ്റേ സ്റ്റീലിന്റെ റാടൊക്കെ ഇട്ട് കാലൊക്കെ പൊക്കി വെച്ച് കിടക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം എന്ത് പറ്റിയിട്ടാന്നൊക്കെ ചോദിച്ചാൽ, സാരമുള്ള ചേട്ടാ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, ഈശോയെ ആശ്വസിപ്പിക്കണമേ, സൗഖ്യം കൊടുക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ വെറുതെ ചോദിച്ചു, ചേട്ടനൊരു എൻഫീൽഡ് ഉണ്ടാന്ന് ചോദിച്ചു. ആ എൻഫീൽഡ് ഉണ്ട്, അത് ആ ബാക്കിൽ ഒതുക്കിയിട്ടുണ്ട് പൊടി. കാരണം പുള്ളി ഞാൻ ചോദിച്ചു, ചേട്ടൻ ഈ എൻഫീൽഡിന് മദ്യം വാങ്ങിക്കാൻ പോയപ്പോഴാണല്ലോ അപകടം പറ്റിയെന്ന് ചോദിച്ചു. പുള്ളി തലേന്ന് താത്തിട്ടുണ്ട്. അതെ, എന്തോ മദ്യപിക്കും തിരക്ക് പിടിച്ചെന്തോ സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ വളയ്ക്കുന്ന സമയത്ത് വേറെ വണ്ടി അതിനേക്കാൾ സ്പീഡിലൊന്ന് ഇടിച്ച്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ച് വീണ്ടും പറഞ്ഞു, ഞാൻ ചോദിച്ചു, ചേട്ടാ ഇവിടെ ഇപ്പൊ ഈ വീട്ടിൽ മദ്യം ഇരിപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, ഭയങ്കര വേദന വരുമ്പോ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കണേ, ഭയങ്കര വേദന വരുമ്പോ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കും. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുന്നത്, അത് ഈ പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല. ചേട്ടന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. യെസ്, അത് കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കും. ചേട്ടന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കൃപ തരുന്ന കർത്താവിന്റെ ഇതാണ് പ്രാർത്ഥിക്കാനുള്ള ഞങ്ങളുടെ. ഈശോയുടെ നാമത്തിൽ അത് കളയാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കണം. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. അത് ഇതോടെ നല്ല സമ്പത്തിയുള്ള മനുഷ്യൻ, നല്ല എനിക്ക് മദ്യത്തിന്റെ ഇതൊന്നും എനിക്കറിയില്ല, നല്ല വിലപിടിപ്പുള്ള നല്ല മനോഹരമായ കുപ്പിയൊക്കെ ആയിരുന്നു. ഭാര്യ 3-4 ബോട്ടിലുണ്ടായി. ഇത് കൊണ്ട് അടപ്പനൊക്കെ തുറന്ന് വാഷ് ബേസിൽ ഞങ്ങൾ വിളിച്ച് ഒഴിച്ചിടും. അപ്പൊ നമ്മള്
പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ വീട്ടില് ഈ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ട്, നമുക്ക് പറയാം ഈശോയെ ഞാൻ കുറവുള്ളവനാണ്, ഈശോയെ ഞാൻ പോരായ്മയുള്ളവനാണ്, എൻ്റെ ഈ കുറവിലേക്ക് അങ്ങൊന്ന് നിറവായിട്ട് തരണം. ഇങ്ങനെ ഈശോ നഷ്ടപ്പെടുമ്പോ നമുക്കൊന്നും നടക്കാൻ തോന്നും, വേറെ വഴിക്കൊക്കെ നടക്കാനൊക്കെ തോന്നും. അങ്ങനെ നടന്നവ രണ്ടുപേരുണ്ട്. നമ്മള് സുവിശേഷത്തിൽ കാണിക്കുന്നുണ്ട്, എമ്മാവൂസിലേക്ക് പോയ രണ്ടുപേര് അല്ലെ. ജെറൂസലേം, ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ, ദൈവസ്നേഹം നിറഞ്ഞ ജെറൂസലേം വിട്ടുകൊണ്ട് ഒരു പോവുകയാണ്. ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുവിൻ. പക്ഷെ അവര് നിരാശയെ, വല്ലാത്ത നിരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ. നമ്മളും പ്രത്യാശിക്കുന്ന പലതും സംഭവിക്കില്ല. നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിതം ക്രമീകരിക്കപ്പെടാണ്ടാവുമ്പോ വലിയ നിരാശ വരും, എല്ലാവർക്കും വരും. ഈ വർഷത്തെ ആപ്തവാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമർ 5:5. അപ്പോ ഈ നിരാശപ്പെട്ടുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ യാത്ര പോവുകയാണ് എമ്മാവൂസിലേക്ക്. ജെറൂസലേമിൽ നിന്നും 11 കിലോമീറ്ററോളം ദൂരെയുള്ള എമ്മാവൂസിലേക്ക് ഒരു യാത്ര. എനിക്ക് എമ്മാവൂസിനെ കുറിച്ച് ഞാൻ പല വൈദികരോടും, പല ഡോക്ടറേറ്റ് നേടിയ വൈദികരോടും ചോദിച്ചപ്പോൾ എമ്മാവൂസിനെ കുറിച്ച് കൃത്യമായ ഒരു പിക്ചർ എനിക്ക് ലഭിച്ചു. ഇങ്ങനെയാണ്, അതായത് അത്യാവശ്യം മോഷ്ടാക്കളും മോശമായി ജീവിക്കുന്നവരൊക്കെ ഉള്ള ഒരു നാടാണ് എമ്മാവൂസ്. ദൈവത്തിന്റെ സ്ഥലമായ ഒരു ജെറൂസലേമിൽ നിന്നും ഒരു മോശമായ ഒരു ഗ്രാമത്തിലേക്ക് ഒരു പോയപ്പോ ഈശോ അവിടെ അവരുടെ ഒപ്പം നടക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ നിരാശയിലൂടെ ഇങ്ങനെ എമ്മാവൂസിലോട്ട് നമ്മൾ പോകുമ്പോൾ ഈശോ നമ്മുടെ ഒപ്പം നടക്കുന്നുണ്ട്. ഈ നടക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. നിരാശയിലാവുമ്പോ ഒന്ന് ചെല്ലണം. അവൻ അപ്പം മുറിച്ചപ്പോ അവരുടെ കണ്ണുകൾ തുറന്നു. ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാം. അപ്പം മുറിക്കുമ്പോ ഈശോയെ എനിക്ക് വേണ്ടിയാണല്ലോ അങ്ങ് മുറിഞ്ഞത്. അങ്ങനെ ആരെങ്കിലും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത്, ഈശോ ആഗ്രഹിക്കാത്തത്, പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ഭവനത്തിലോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അപ്പം മുറിക്കുമ്പോൾ നമ്മുടെ കണ്ണും തുറക്കപ്പെടും. തിരിച്ചൊന്ന് ദിവ്യബലിയിലോട്ടൊന്ന് ചെല്ലുക, വിശുദ്ധ കുർബാനയിലേക്ക്. ഒരു തിരിച്ചു നടത്തമുണ്ട്. അവർ തിടുക്കത്തിൽ തിരിച്ചുപോയി. നാഥ, ഞങ്ങളോടൊത്ത് വസിച്ചാൽ. ഞാൻ ഏതാണ്ട് എൻ്റെ ഒരു അവസാന ഒരു ഭാഗത്തിലൂടെ കിടക്കുകയാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് പറയാനായിട്ട് ഒരു 100 കണക്കിന് ദൈവാനുഭവങ്ങളുണ്ട്. ഈ ഞാൻ ഇത് പറയാറുണ്ട്. ഒരു പാട്ടുണ്ട്, അറിവില്ല എന്നോട് ദൈവം, അനുഭൂതിയല്ല എന്നോട് ദൈവം, ഹൃദയത്തിന്റെ അഗാധതയിലെ അനുഭവമാണ് എൻ്റെ ദൈവം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ തൊട്ട അനുഭവങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് വ്യക്തിപരമായ സാക്ഷ്യങ്ങൾ. നമ്മൾ ഓരോരുത്തരെയും ഈശോ പേര് ചൊല്ലി വിളിച്ചോണ്ട് ഇല്ലേ. അതായത് ഇപ്പൊ എന്നെ പോലെയല്ല, വേറെ എന്നെ പോലെ ഇപ്പൊ ലോകത്ത് എഴുതാണ്ട് 700 കോടിയോളം ജനങ്ങളുണ്ടെങ്കിൽ എന്നെ പോലെ മുഖം ഉള്ള, എന്നെ പോലെ സ്വഭാവ സവിശേഷതയുള്ള, എന്നെ പോലെ വ്യക്തിത്വമുള്ള മറ്റൊരാൾ ഈ ലോകത്തില്ല. നമ്മൾ ഈ മിഷ്യത്തിലുണ്ടാക്കുന്ന ചപ്പാത്തികളൊക്കെ ഉണ്ടാവില്ല, മിഷ്യൻ ചപ്പാത്തികളൊക്കെ എല്ലാവരും ഒരേപോലെ ഇരിക്കും. കാരണം അത് ക്രിയേറ്റ് ചെയ്യുന്ന മിഷനാണ്. പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മമാര്, വീട്ടിലെന്റെ അമ്മാമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നത്, അമ്മാമ്മ പണ്ട് എനിക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തരും. ഇങ്ങനെ ഈ കൈവിരലിന്റെ പാടൊക്കെ ഉണ്ടാവും. അതായത് അമ്മ ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തി, ആ ചപ്പാത്തി പോലെ മറ്റൊരു ചപ്പാത്തി അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതേ ഷേപ്പ് കിട്ടൂല. ചിലപ്പോ ശ്രീലങ്ക പോലെ അമേരിക്ക പോലെയൊക്കെ ഇരിക്കും. സ്നേഹമുള്ളവരെ, ഈശോയുടെ കയ്യൊപ്പ് നമ്മുടെയൊക്കെ മുഖത്ത് പതിഞ്ഞുകൊണ്ടാണ് നമ്മളെപ്പോലല്ല. ഞാൻ പറഞ്ഞ, അമ്മ ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയും മറ്റേ ചപ്പാത്തിയും വ്യത്യാസം എന്ന് പറഞ്ഞാല് നമ്മളോരോരുത്തരും നമ്മുടെയൊക്കെ മേത്തൊക്കെ കയ്യൊപ്പ് വെച്ചിട്ടുണ്ട്. ഈശോയുടെ ദൈവത്തിന്റെ കൈ കൊണ്ടാണ് നമ്മൾ മെനഞ്ഞെടുക്കുന്നത്. ആ സ്നേഹം നമുക്ക് ആസ്വദിക്കാം. ഈ യോഹന്നാൻ ശിഷ്യൻ, നമ്മള് ഈ നിരാശപ്പെട്ടു പോകുമ്പോ തിരിച്ചു നടക്കുന്നു പറഞ്ഞില്ലേ, ഒന്ന് ആ ദിവ്യകാരണത്തിന് മുമ്പിലേക്ക്, വിശുദ്ധ ബലിയിടയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു നടക്കാം. ഈ അന്ത്യത്താഴവേളയില് യോഹന്നാൻ ഈശോയുടെ അതിനു മുമ്പുള്ള ഒരു വചനഭാഗത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ഞങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി, അതായത് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിച്ചില്ല ചില നാട്ടുകാർ, ഞങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ ദഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, അതായത് കലി കയറിയിട്ട് ഇവർ പറയണത് സ്വീകരിക്കണം, എന്നാ ഇവര് നശിഞ്ഞു പോട്ടെ, അങ്ങനത്തെ ഇതിലോ ആ ശിഷ്യൻ പറയുന്നുണ്ട്. അതിനുശേഷം അന്ത്യത്താഴവേളയിൽ ഈശോയുടെ നെഞ്ചോട് ചാരിക്കിടന്ന ഒരു ശിഷ്യനുണ്ട് അല്ലെ, യോഹന്നാൻ. ഈശോയുടെ നെഞ്ചോട് ചാരിക്കിടന്നപ്പോ ആ നെഞ്ചിലെ ചൂടറിഞ്ഞപ്പോ നെഞ്ചിന്റെ തുടിതാളം അറിഞ്ഞു യോഹന്നാൻ.
അതറിഞ്ഞ പിന്നെ മുതൽ പിന്നെ ഈശോനെ യോഹന്നാൻ വിട്ടില്ല. കുരിശിലേക്ക് അനുഗമിച്ചല്ലേ, കുരിശിന്റെ ചേര് ആദ്യത്തെ പാപ്പയായ പത്രോസ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുരിശിന്റെ ചോട്ടിലുണ്ടായിരുന്നു, അമ്മയോട് കൂടെ ഉണ്ടായിരുന്നു. ആ യോഹന്നാനെ കുറിച്ച് പറയുന്നത്, യോഹന്നാനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യോഹന്നാനെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചിട്ടുണ്ട്, മതമർദ്ദനത്തിന് ഏറ്റവും കൂടുതൽ വിധേയനായത് യോഹന്നാനെ ജീവനോടുകൂടെ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് എടുത്തിട്ട്, തിളച്ച വെളിച്ചെണ്ണയിലിട്ട്. യോഹന്നാൻ മരിച്ചില്ല. അപ്പോഴും ഈ തിളച്ച വെളിച്ചെണ്ണയിൽ കിടന്ന് യോഹന്നാൻ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഇത് മരിക്കില്ല എന്നായി കഴിഞ്ഞപ്പോ ഒരു രക്ഷയില്ലാന്ന് ഇപ്പൊ ഇവിടുത്തെ പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകള് യോഹന്നാൻ എന്ന് പറഞ്ഞപ്പോ കാത്തിരിക്കുകയാണ്. അങ്ങ് മറ്റേ നസ്രായന് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, അങ്ങേക്ക് യേശുവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്: സ്നേഹം, സ്നേഹം, സ്നേഹം. മറ്റൊന്നും യോഹന്നാൻ പറഞ്ഞില്ല. ശരീരം മുഴുവനും വെന്ത് തിളച്ച എണ്ണയിലിട്ടുകൊണ്ട് വെന്ത ശരീരവുമായിട്ട് ആ മനുഷ്യൻ, അവിശുദ്ധൻ, ആ പത്മോസ് ദ്വീപിലെ ഏകാന്തതയിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് സ്നേഹം, സ്നേഹം, സ്നേഹമാണ്. സ്നേഹമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഈ ഒരു നന്മമരം ഗ്രൂപ്പ്, ഈ ഒരു നന്മമരം പ്രെയർ ഗ്രൂപ്പ്, ഒത്തിരി സന്തോഷം. ഈ ഓൺലൈൻ, അതായത് ഈ കെട്ടകാലത്ത് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ, അതിലൂടെ ഒത്തിരി കെട്ട കാര്യങ്ങൾ, ഒത്തിരി തിന്മകൾ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോം അനേകർക്ക് സ്നേഹമാകുവാനും അനേകർക്ക് സൗഖ്യമാകുവാനും അനേകർക്ക് ആശ്വാസമാകുവാനുമായിട്ട് ഇങ്ങനെ പ്ലാറ്റ്ഫോം ദൈവം ഇങ്ങനെയാണ് ഈശ്വരക്കും ദൈവത്തിന് നന്ദി പറയാം. ഇതൊരിക്കലും താഴ്ന്നു പോകാതിരിക്കുവാൻ, കൂടുതൽ വിശുദ്ധിയിൽ വളരുവാനായിട്ട്, കൂടുതൽ ഉണർവോടുകൂടി കരുത്താർജിക്കുവാൻ വേണ്ടി നമുക്ക് ഇതിനോട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യോഹന്നാനെ പോലെ നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ ഇടനെഞ്ചോടൊന്ന് ചാരിക്കിടക്കാം. നാം മക്കളെങ്കിൽ അവകാശികളാണ്. അപ്പന്റെ നെഞ്ചോട് ചാരിക്കിടന്ന് അപ്പന്റെ നെഞ്ചിലെ ചൂടറിഞ്ഞാൽ, അപ്പന്റെ നെഞ്ചിലെ സ്നേഹം അറിഞ്ഞാൽ, ഞാൻ എൻ്റെ ഭാര്യയോട് പറയും, മക്കളോട് പറയും, ഈശോയുടെ സ്നേഹം അറിയണം. ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് അറിഞ്ഞാൽ തിരിച്ചു നടക്കാൻ പറ്റും. ഈ ഞാനിന്ന് രൂപതയിൽ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. രൂപതയിൽ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ്. കൂടാതെ രൂപത കാറ്റിസം പ്രൊമോട്ടറാണ്. ഫാമിലി അപ്പോസ്റ്റലേറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാരേജ് കോഴ്സുകൾ, അല്ലെങ്കിൽ വേറെ പല സ്കൂളുകളിലും ഒക്കെ. പക്ഷെ എന്നോട് നാളെ എൻ്റെ രൂപതയിലെ വൈദികൻ, എൻ്റെ രൂപതയിലെ പിതാവ് പറയും, നാളെ ഈ പരിപാടി ചെയ്യണ്ടെന്ന് പറയും. നാളെ നീ കാറ്റീസത്തിന്റെ ഇത് പ്രവർത്തിക്കണ്ട, നാളെ നീ റിസോഴ്സ് ആയിട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ യെസ് പറയും. യെസ് പറയും. കാരണം അവരോട് എനിക്കൊരിക്കലും, എന്നോട് നാളെ നോ പറഞ്ഞാൽ എനിക്ക് അവരോട് ഒരിക്കലും ദേഷ്യമൊന്നുമില്ല. കാരണം ഞാൻ ഓടുന്നത് ഒരു അച്ഛനെയും കണ്ടല്ല, ഒരു ബിഷപ്പിനെയും കണ്ടല്ല, ഒരു നേതാവിനെയും കണ്ടല്ല. ഞാൻ ഓടുന്നത് ഈശോയെ കണ്ടാണ്. ഈശോയുടെ ഒപ്പം ഉണ്ടായിരുന്ന 12 പേര് പോലും ഒരാൾ വഴിതെറ്റി. കുറവുകളുള്ളവരുണ്ടാവും, ബലഹീനരുണ്ടാവും. നമ്മൾ ബലഹീനരെ നോക്കണ്ട, കുറവുള്ളവരെ നോക്കണ്ട, അറിഞ്ഞവനെ നോക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും.